ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ 2-3 അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചെന്നൈയിൻ എഫ്സിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ്. അതായത് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഒരു സ്കോട്ടിഷ് സ്ട്രൈക്കർ ബ്രൂസ് അൻഡേഴ്സണുമായിട്ട് ചെന്നൈയിൻ എഫ് സി ഇപ്പോൾ ചർച്ചകളിലാണെന്നാണ്. എന്തായാലും ഇതൊരു റൂമർ മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു രീതിയിൽ മാത്രം കണ്ടാൽ മതി. അദ്ദേഹം ഒരു നല്ല പ്ലെയറാണ്. എന്തായാലും സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെന്നൈയിൻ എഫ് സിയുടെ ഒരു വലിയ സൈൻ തന്നെയായിരിക്കും. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം നാംറ്റെക്കുറിച്ചും ഗിയാനസീനെ കുറിച്ചൊക്കെ റൂമർ വന്നിരുന്നു ചെന്നൈയിൻ എഫ് സി സൈൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട്. ബട്ട് നിങ്ങൾക്കറിയാമല്ലോ അവർ സൈൻ ചെയ്തു. അതുപോലെ തന്നെ ചെന്നൈയിൻ എഫ് സിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു റൂമറാണ്, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. സോ വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. വന്നു കഴിഞ്ഞാൽ ഒരു വലിയ സ്ട്രൈക്കർ ആയിരിക്കും അദ്ദേഹം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഐ ലീഗിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി ISലേക്ക് വന്ന ടീമാണ് മുഹമ്മദൻ സെസ്സി. എന്നാലും മുഹമ്മദൻ സെസ്സി വലിയ വലിയ നീക്കങ്ങളാണ് വന്നപ്പോൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവരുടെ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് അവരുടെ സെൻറ്റർ ബാക്കായ ജോസഫ് അഡ്ജെ അവർ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതൊരു നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം നാഷണൽ ലെവലിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ്. സോ വലിയൊരു എക്സ്റ്റൻഷൻ തന്നെയാണിത്. ഇനിയും അടുത്തൊരു അപ്ഡേറ്റ് ഒന്നുമല്ല, പലരും പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ പുതിയ കോച്ച്, അതായത് മിഖായൽ സ്റ്റാറെ എന്ന് പറയുന്ന ആ ഒരു കോച്ച് ഒരു ഡിഫെൻസീവ് മൈൻഡഡ് കോച്ചാണെന്ന്. സോ അതിനോട് ഞാൻ ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അദ്ദേഹം ഒരു ഡിഫെൻസീവ് മൈൻഡഡ് കോച്ചാണ് എന്ന് പറയുന്നതിനോട് ഞാൻ, കാരണം അദ്ദേഹത്തിൻ്റെ 1-2 കളികളൊക്കെ കണ്ടു, അതിൻ്റെ ഹൈലൈറ്റ്സും ലൈവൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഡിഫെൻസീവ് മൈൻഡഡ് കോച്ചും അല്ല, ഭയങ്കരമായിട്ടൊരു അറ്റാക്കിംഗ് മൈൻഡഡ് കോച്ചും അല്ല. അദ്ദേഹം രണ്ടും ഒരുപോലെ ഒരു ബാലൻസ്ഡ് ആയിട്ട് നടത്തുന്ന ഒരു കോച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രണ്ടിനും ഇമ്പോർട്ടൻസ് നൽകി കളിക്കുന്ന ഒരു കോച്ചായിട്ടാണ് തോന്നുന്നത്. സോ പലരും ഇങ്ങനെ ഡിഫെൻസീവ് മൈൻഡഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അദ്ദേഹം ഒരു ഡിഫെൻസീവ് മൈൻഡഡ് കോച്ചായിട്ട് തോന്നുന്നില്ല. അദ്ദേഹം കളിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിഫൻസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണോ ഗോൾ അടിക്കേണ്ട കാര്യത്തിൽ അദ്ദേഹം ആ ഒരു രീതിയിലും ഗോൾ അടിക്കുന്നുണ്ട്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ടീമിലൊരു മെമ്പറാണ്, തായ് ലീഗിൽ 1 ഓഫ് ദി ടോപ്പ് സ്കോററാണ്. അത് 4ാമത്തെ ടോപ്പ് സ്കോറാണ്. 16 ഗോളുകളാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. സോ അത്രയും ഗോൾ അടിച്ച് കൂട്ടുന്ന ഒരു താരം നിങ്ങൾക്കറിയാമല്ലോ. അത്രയും ഗോൾ അടിച്ച് കൂട്ടണമെങ്കിൽ അദ്ദേഹം ഡിഫൻസീവ് മൈൻഡഡ് ആയിട്ടുള്ളൊരു കോച്ചായിരുന്നു പറ്റുമോ നിങ്ങൾ തന്നെ പറയുക. അദ്ദേഹം ഡിഫൻസീവ് മൈൻഡഡ് അല്ലാത്തതുകൊണ്ടാണ് ആ ഒരു വ്യക്തി അത്രയും ഗോൾ അടിച്ച് കൂട്ടുന്നത്. അതുപോലെ തന്നെ ഒരു ഏഷ്യൻ താരം 6 ഗോൾ തായ് ലീഗിൽ അടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടീമിലുണ്ടായിരുന്ന ഒരു താരമാണ്, ഒരു ഇറാഖ് താരമാണ്. സോ അവരെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഗോൾ അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കളിയും കണ്ടപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നൊരു കോച്ചാണ്. അതുപോലെ തന്നെ ഡിഫൻസ് ബാലൻസ് ചെയ്ത് നിർത്തുന്നൊരു കോച്ചാണ്. സോ ഒരു ഡിഫൻസീവ് മൈൻഡഡ് കോച്ച് എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു വട്ടം പറയാണ്, ഒരു ഡിഫൻസീവ് മൈൻഡഡ് കോച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ.